രാവിലെ എന്താ മാവി തൂങ്ങിക്കിടക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. വേനൽക്കാലമായാൽ പിന്നെ എല്ലായിടത്തും നമുക്ക് മാങ്ങ കാണാൻ സാധിക്കും. അപ്പോൾ ചൂടായത് കാരണം നമ്മുടെ വീട്ടിലെ മാവിലെ മാങ്ങയെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പം കരുതി കുറച്ച് നമുക്ക് പിച്ചി അച്ചാറിടാം, ബാക്കി നമുക്ക് നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാം. പിന്നെ കണ്ണിമാങ്ങ ആയിരുന്ന സമയത്ത് നമ്മൾ കുറച്ചെടുത്ത് കണ്ണിമാങ്ങ ഇട്ട വീഡിയോസൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പിച്ചിയിട്ട് എല്ലാ പ്രാവശ്യത്തെ പോലെ കുറച്ച് നെയ്ബേഴ്സിന് കൊടുക്കും, റിലേറ്റീവ്സിന് കൊടുക്കും, ബാക്കി നമ്മൾ അച്ചാറിടും. പിന്നെ ഇത് പഴുത്ത പുഴു കയറും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് കുറച്ച് പിച്ചി വെച്ച് കലത്തിലൊക്കെ വെച്ചാണ് പഴുപ്പിച്ചെടുക്കാറുള്ളത്. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ പച്ച മാങ്ങ കൊണ്ട് തന്നെ എത്ര വെറൈറ്റി ഫുഡ്സ് ആണല്ലേ ഉള്ളത്. പിക്കിളുണ്ട്, സലാഡുണ്ട്, ജ്യൂസുണ്ട്, അങ്ങനെ അങ്ങനെ ഒത്തിരി. ഇനി പഴുത്താലോ ഐസ്ക്രീം, പുഡിംഗ്, ഷേക്ക്, സ്മൂത്തി, അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസാണ് അല്ലേ. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ചട്നി ചെയ്യാറുണ്ട്. അതായത് മാങ്ങയും കുറച്ച് മുളക് പൊടി ഉപ്പും ഒക്കെ ഒഴിച്ചിട്ട് നല്ല അടിച്ചെടുത്ത ഒരു ചട്നി ഉണ്ട്. ഈ ചട്നി നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ തിന്നാൻ വേറെ കറി ഒന്നും വേണ്ട. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് ഏതൊരു കറിക്കകത്ത് മാങ്ങ ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ അതിലെല്ലാം ഇടും. അതാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഉലുവ ഒക്കെ വെച്ചിട്ടുള്ള ഒരു മാങ്ങ പിക്കിളാണ് കേട്ടോ. അത് വളരെ സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് പിക്കിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.